ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജന വിസ്മയ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാലഞ്ച് വീഡിയോ അല്ലേ ഇത്തവണ നമ്മൾ ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഒരു ചെറിയൊരു യാത്ര. എവിടെ വരെ? ഇവിടുന്ന് വേറൊരു സ്ഥലം വരെ ഒരു 200-300 കിലോമീറ്ററിന്റെ ഉള്ളില് ആണെന്ന് തോന്നുന്നു. ഇതേ സ്റ്റേറ്റിലുള്ള വേറൊരു സ്ഥലം വരെ പോയി വരാം. അമ്പലത്തേക്കാണ് പോണേ. അപ്പോ നിങ്ങളുടെ ജേർണി കാണിച്ചോണ്ട് പോവാം അല്ലേ? യെസ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയ. യെസ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങോട്ടേലും പോയിട്ടില്ല. നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരുള്ള പൈസ. ഓക്കെ, പിന്നാണ് വരാൻ വെയിറ്റിംഗ് ആണ് പൈസ. നമ്മൾ പിന്നെ വരാൻ വെയിറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ഗൈസ്. സ്റ്റാർട്ട് ആയിട്ടില്ല. ട്രെയിൻ ഓൾറെഡി വളരെ ലേറ്റാണ്. ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് പോലും ഇവിടെ എന്താ പറയുക, ഇപ്പോഴാണ് ഇങ്ങോട്ട് ട്രെയിൻ വന്നത് തന്നെ. ഇത് എത്ര ലേറ്റായി? 20 മിനിറ്റ്സ് ലേറ്റായിട്ട് വന്നു. ഞങ്ങളുടെ ട്രെയിനിൻ്റെ ടൈം 6:40 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ഒരു 6:35 ഞാൻ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. 35 അത്ര ലേറ്റായി. പുറത്തുള്ള ട്രെയിൻ അടക്കം പോണു ഗൈസ്. പക്ഷെ നമ്മുടെ ട്രെയിൻ ഇതുവരെ പോണില്ല. ഇപ്പം തന്നെ 7:20 ആവാറായി. 6:40 ട്രെയിനാണ്. ഇത് സ്റ്റാർട്ട് പോലും ആവുന്നില്ല. വാട്ട് എ സാഡ്. അയ്യോ, ഇതും പോകണ്ട. ഓ അത് ശരി, ഇതും സ്റ്റാർട്ടായി ഗൈസ്. കാച്ചിഗുഡ. ഓവർ ആക്ഷൻ ചെയ്യണം. കുറേ നേരം ഉറങ്ങിയതിന് ശേഷം ഇപ്പം തന്നെ കഴിച്ചിട്ടുള്ളൂ. ഒരാൾ താഴെ കിടന്ന് ഉറങ്ങണേ. നിങ്ങൾക്കൊക്കെ ഒരാളിനെ കാണിച്ചു തരട്ടെ. ഒരു നീണ്ടൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് എനിക്ക് എടുക്കുന്നത്. അപ്പോൾ കിടക്കുക, എന്നിട്ടാണ് പൊട്ടൊക്കെ പോയി. ഇതെന്താന്ന് വെച്ചാലേ ഞാൻ വീണതാ. വീഡിയോ എടുക്കാൻ പോസാണ്. അങ്ങനെ നിസാമാബാദ് എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ബാസറയ്ക്ക് എത്തി ഗൈസ്. നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ബാസറ 10 മണിക്ക് എത്തേണ്ടത് 11:15 ഗൈസ്. 11:15. നമുക്ക് നമ്മുടെ വണ്ടി പിടിച്ചിട്ട് റൂം നമുക്ക് അവിടെ പോയാൽ കിട്ടും. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. റൂമിൽ കാണാം. അതന്നെ. അങ്ങനെ നമ്മൾ റൂമെത്തി ഗൈസ്. പക്ഷേ നല്ല ടയേർഡാണ്. അപ്പോൾ കിടക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. വെയിറ്റ്. മൂലയ്ക്ക് പോയിരുന്ന് കഴിക്കാണ് ഗൈസ്. ഞാൻ ട്രെയിനിൽ കഴിച്ചുട്ടാ. ഇവിടെ വന്ന് കിടന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രെയിനിൽ തന്നെ കഴിച്ചു. അപ്പോൾ ഓക്കെ, പിന്നെ നാളെ കാണാം. ബൈ. അങ്ങനെ നമ്മൾ റെഡിയായി ഗൈസ്. ഒരാൾ കുളിക്കാൻ വേണ്ടി എടുക്കണം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. മുടിയൊന്നും ഇല്ലണം, അതുകൂടിയുള്ള ബാലൻസ്. അങ്ങനെ ഞാൻ റെഡിയായി ഗൈസ്. ഒരാളിപ്പോൾ കുളിച്ച് വന്നിട്ടേ ഉള്ളൂ. ആയിക്കോ. ഓക്കെ, റെഡി ആയിക്കോ.
റൂമില്ലേ നമ്മൾ പോയി വന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലേ, അമ്പലത്തിൽ പോയി വന്നിട്ട്. ഓക്കെ ബായ്. ഞാൻ പിന്നെയും ഇതെടുത്തതിൻ്റെ കാരണം ഇതാ അതാണ്, ഓരോ പ്രഹസനങ്ങളെ നോക്കി അവളതുമ്മ കയറി ഇരുന്നിട്ടാണ് റെഡി ആവണ്. ഓക്കെ അപ്പം നമുക്ക് പോവാം. നമുക്ക് വ്യൂ കാണിച്ചു തരട്ടെ. അയ്യോ ഇതൊക്കെ ഇവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ അപ്പം നമുക്ക് പോവാണ്. ഇതാണ് ഇപ്പോൾ റോഡ് കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് എവിടെ പോവാണ്? ഗോദാവരി. ഗോദാവരി കാണാൻ പോകാം. എന്നുവെച്ചാൽ ഗോദാവരി തന്നെ. അല്ല അറിയുമല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂം നല്ല സൺറൈസ് ഉണ്ട്. നിന്റെ അടുക്ക ഇങ്ങനെ തന്നെ അതാ വരും. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കഴിച്ചു. നമ്മൾ ഒരു 10:45 ആ നേരത്ത് നമുക്ക് ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഇത്രയാണ് സമയം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ബാസര എന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ട് സരസ്വതി ദേവീൻ്റെയാണ് ഈ അമ്പലം. അതെ, ഗോദാവരി സ്നാനഘട്ടം. ഇവിടെ കുറേ പേര് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുക. നമ്മൾ ഓൾറെഡി കുളിച്ചിട്ടാണ് വന്നത്. ഞാൻ മേലെ മാത്രമേ കാണിക്കണുള്ളൂ, താഴെ കാണിക്കണില്ല. എല്ലാവരും കുളിക്കുകയാണ്. ഇവിടെ ഫുള്ള് കുളിസീനാണ് കഴിച്ചത്, അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട്, സരസ്വതി ദേവി ഉണ്ട്. എന്താ ഒരാളും കൂടി വന്നു. അപ്പുറത്തെ ഭാഗമൊക്കെ ഫുള്ള് കുളിയാണ്. കുളിന്ന് വെച്ചാൽ സാധാരണ കുളിയല്ല, 1.5 കുളിയാണ്. ഓ അവരിൽ ഇങ്ങനെ കണ്ണു തുറന്ന് ഒരാളെ നോക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു ഗൈസ്. പക്ഷെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, അങ്ങനെ പുറത്ത് വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യത്തിന് വലുപ്പമൊക്കെ ഉണ്ട്, പക്ഷെ ഈ കുറച്ച് മണിക്കൂറുകൾക്കല്ലേ ഇത് മതി. എവിടെ മെയിൻ ആളെവിടെ? പറഞ്ഞു കൊടുക്കും. ഞാൻ പറയുന്നത് ഇതാണ് റൂം, ഇതാണ് കട്ടിൽ, ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഓക്കേ, ഒരു റൂം, അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. ബാത്റൂം പിന്നെ കാണിക്കണ്ടല്ലോ. പിന്നെ ഈ ഒരു ഗ്യാപ്പിൽ ഒരു വാഷ് ബേസിനുണ്ട്. അത്ര മുഖം കഴുകുക, പല്ല് തേക്കുക, ഇതെല്ലാം പറയാൻ പറഞ്ഞ് ഹാപ്പിയല്ലേ. അപ്പൊ ഇതാണ് നിങ്ങളുടെ റൂം. അത്ര തന്നെ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എന്തുട്ടാ കാണിക്കാനുള്ളത്? ഇപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ആവും. അപ്പോ ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇവിടെ പറയുകയാണ് ഗൈസ്. പോവാണ്, ഓട്ടോ വിളിച്ചിട്ട് പോവാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. താഴേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഒന്നും കൂടി ഒരു മുന്നേ കാണിക്കണം. ബൈ. അപ്പോൾ ശരി, റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണിക്കാം.
ബാസറ, നമ്മൾ ബാസറ എന്നാ പറയാ. ഇതിങ്ങനെ ഡെവലപ്മെന്റ് ആവാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. റിപ്പയർ ചെയ്യണം. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ടാവും. പക്ഷെ ഇത്തവണ വന്നിട്ട് ആകെ 2-3 കണ്ടുള്ളൂ. ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ എത്ര ലേറ്റ് ആയിട്ട് അവരൊക്കെ ഉറങ്ങിയെന്ന് കരുതി. പക്ഷെ ഇപ്പോഴും കാണാനില്ല. ഫുള്ള് തന്നെയാവും. നല്ല വെയിലുണ്ട്. ചൂട് വെയിൽ. അങ്ങനെ നമ്മൾ എത്തി. അങ്ങനെ നീണ്ട ജേർണി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകും ഗൈസ്. 2-3-3 సికింద్రాబాద్ నుండి సిర్పూర్ కాగజ్ నగర్ వెళ్ళవలసిన భాగ్యనగర్. അങ്ങനെ എത്തി. 25 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൈ ഗോഡ്. അയ്യോ അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഗൈസ്.